ഇനി നമുക്ക് നവ്യയെ വിളിക്കാം. നവ്യ വരും. ഓക്കെ നവ്യ, നവ്യയുടെ പുഡിംഗ് എന്തായിരുന്നു? ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി സ്പഞ്ച് പുഡിംഗ്. ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി സ്പഞ്ച്. അത് ഒരു എന്താ പറയുക, വേറൊരു ഡിഷിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം 2 എണ്ണത്തിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയില്ല. അപ്പോൾ മറ്റേതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ പ്രസൻറ്റ് ചെയ്തത്. ഇതൊരു വൺ വേ, ഇതൊരു ട്രൈഫിളിൻ്റെ മോഡലാണ് അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രൈഫിൾ പുഡിംഗ്. അതെ അതെ. കേക്ക് ബേസ് ഉണ്ട്, അതിൻ്റെ മേളിലൊരു ഫ്രൂട്ടിൻ്റെ ഒരു ബേസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് വരുന്നുണ്ട് ആൻഡ് കസ്റ്റേർഡ് ഞാൻ അധികം ചെയ്തില്ല, കുറച്ചേ ചെയ്തുള്ളൂ. കേക്ക് ഈസ് ഡീപ്പ് ഇൻസൈഡ് അല്ലേ? ഏറ്റവും താഴത്തെ ലെയർ കുറച്ചുകൂടെ മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഒരു ലെയറൂടെ ഞാൻ സ്പഞ്ച് വെച്ചിട്ടുണ്ട്. ആ വിപ്പിംഗ് ക്രീം താന്നത് കാരണം കാണാത്തതാണ്. എനിക്ക് ഇത്രയും പോർഷനിലും വിപ്പിംഗ് ക്രീമാണ് വരുന്നത് അല്ലേ? എനിവേ, അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നവ്യ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെന്ന് കണ്ടത്? ഹായ്, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഡിംഗ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന 3ാമത്തെ പുഡിംഗ് റൗണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി വെച്ചിട്ടൊരു പുഡിംഗ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് ആദ്യം സ്പഞ്ച് കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു സ്ട്രോബെറി സ്പഞ്ച് കേക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3 എഗ്ഗ് ആഡ് ചെയ്തു. അതായത് ചെറിയ എഗ്ഗ് ആണെങ്കിൽ 4 എണ്ണം, വലുതാണെങ്കിൽ 3 എണ്ണം. 3 എഗ്ഗ്, ദെൻ 1 കപ്പ് ഷുഗർ, 1 കപ്പ് മൈദ, ദെൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഞാൻ ഇതിലേക്ക് സ്ട്രോബെറി എസൻസ് യൂസ് ചെയ്തു. ആർട്ടിഫിഷ്യൽ കളർ കൊടുത്തിട്ടില്ല. ഞാനൊരു 3 സ്ട്രോബെറി പേസ്റ്റാക്കി അതിൻ്റെ നീരെടുത്തതാണ് ഇപ്പോൾ കളറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓവൻ ഒരു 190-ൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇനി ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾക്ക് നമ്മളുടെ ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. കുറച്ച് ബട്ടർ തടവി നമ്മുടെ പാത്രം ഞാൻ ഇപ്പോൾ ഗ്രീസ് ചെയ്ത് വെച്ചു. നമുക്കിതിലേക്ക് ബാറ്റർ മാറ്റാം. ഒരു 190-ലാണ് വെച്ചിരിക്കുന്നത്. ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്താം. ചെറിയ തീയിൽ വയ്ക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾക്ക് ചോക്ലേറ്റിനുള്ള ചോക്ലേറ്റ് കസ്റ്റാർഡ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതൊരു 1/2 ലിറ്റർ പാലുണ്ട്. നമുക്ക് അതൊന്ന് ചൂടായി വരട്ടെ നന്നായിട്ട്. നമ്മളുടെ കസ്റ്റാർഡ് അടിക്ക് പിടിക്കാതെ നോക്കണം. നമ്മളുടെ കസ്റ്റാർഡ് ശരിയായിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അത് ഒരുപാട് ഇതായിപ്പോൾ. ഇനി നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അത് ഒന്ന് തണുത്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ നവ്യ, ഇതൊക്കെ എന്ത് പുഡിങ്? സ്ട്രോബെറി സ്പഞ്ച് വെച്ചിട്ട് ലെയറിങ് ആണോ? അതെ അതെ, ചോക്ലേറ്റ് ലെയറിങ്. ഒരു ലെയറിൽ സ്ട്രോബെറി, ദെൻ ചോക്ലേറ്റ്, പിന്നെ ഒരു സ്പഞ്ച് കേക്ക് വരുന്നുണ്ട്. അത് വെച്ചിട്ട് ജെലറ്റിനാണോ? അതിൻ്റെ ചൈന ഗ്രാസ് ആണോ? ജെലാറ്റിൻ ഞാൻ എടുത്തു വെച്ചു. ഇപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കി ഏത് രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഏത് കസ്റ്റർഡാണ് ഇത്? എങ്ങനെ? വാനിലയാണ്. വാനില പൗഡർ യൂസ് ചെയ്തിട്ടാണോ? പൗഡർ യൂസ് ചെയ്തിട്ട് വാനില കസ്റ്റർഡ്. അതെ അതെ.
കസ്റ്റാർഡ് തയ്യാറാവുന്ന സമയം കൊണ്ട് നമ്മൾക്കൊന്ന് സ്ട്രോബെറി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പഞ്ച് കേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ജെലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ജെലാറ്റിൻ മെൽറ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആ ചോക്ലേറ്റ് ഒന്ന് നന്നായി മെൽറ്റ് ആവട്ടെ. നമ്മൾക്ക് നമ്മുടെ പുഡിംഗ് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അത്രയും ചൂടായിട്ട് വെക്കാമോ അതിനകത്ത്? ടു ഹോട്ട്, ഭയങ്കര ചൂടല്ലേ? കുറച്ചൊന്ന് കൂളാക്കിയിട്ട് വെക്കും. കുറച്ച് നമ്മുടെ സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചൂടാറാൻ വെക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് സ്ട്രോബെറിയുടെ ജാമാണ് എടുത്തിരിക്കുന്നത്. സ്ട്രോബെറി ജാം വെച്ചിട്ട് നമ്മളുടെ സ്പഞ്ച് കേക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ് ഉണ്ടാക്കാം. നമ്മുടെ സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയ ലെയറാക്കി കട്ട് ചെയ്തെടുക്കണം. സ്പഞ്ച് കേക്കിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്ട്രോബെറിയുടെ ജാം തേച്ച് വയ്ക്കുകയാണ്. ചെറിയ ചെറിയ പീസാക്കി വയ്ക്കാം. നമുക്കൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ആദ്യം ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ വെച്ചു. ദെൻ നമ്മൾ സ്പഞ്ചിൻ്റെ ഒരു ലെയർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഫ്രഷ് സ്ട്രോബെറീൻ്റെ ക്രഷ് ഇട്ടിട്ടുണ്ട്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ചിടാം. നമ്മളിതിലേക്ക് ഒരു ലെയർ വിപ്പിംഗ് ക്രീം ഇട്ടു. പിന്നെ അഗെയിൻ സ്പഞ്ച്. ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാം.
തന്നെ നമ്മൾ വലിയൊരു ഡിഷിലേക്കൂടെ മാറ്റുകയാണ്. നമ്മൾ ഒരു ലെയർ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കതൊരു പ്ലേറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഓൾറെഡി ഞാനൊരു ഗ്ലാസ്സിൽ ചെയ്തത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതുകൂടെ വെച്ചേക്കാം. അപ്പോൾ ഞങ്ങളുടെ പുഡിംഗ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ട്രോബെറി പുഡിംഗ് ശരിയായിട്ടുണ്ട്. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ആണ് ലെയർ പുഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി മാമിന് പ്രസൻറ്റ് ചെയ്യാം. മാം എന്താ പറയുന്നത്? അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് ടേസ്റ്റിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഫ്ലാറ്റ് ഇതിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്തായാലും കാര്യം എന്തായാലും നമുക്ക് ആ സെറ്റിങ്ങും അറിയാൻ സാധിക്കും. നിങ്ങൾ വെച്ചത് കറക്റ്റായിട്ട് സെറ്റായോ എങ്ങനെയാണ്. ഇതിപ്പോൾ ഇത് കുറേ സാധനങ്ങൾ നമ്മൾ എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് താഴേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? ഇത്രയും ഡീപ്പായിട്ട് പോകണം. കിട്ടിയിട്ട് കാര്യമില്ല. മുകളിലത്തെ കിട്ടി ഞങ്ങൾ വെറുതെ വിപ്പിംഗ് ക്രീം മാത്രം ടേസ്റ്റ് ചെയ്യുന്ന പോലെ ആകും. ചോക്ലേറ്റ് എവിടെയാണ് വരുന്നത്? സെൻറ്ററിലാണ്. സെൻറ്ററിൽ ഏറ്റവും താഴെ ഒരു ചോക്ലേറ്റ് കളർ കാണുന്നത് അത് ജാമാണോ? ചോക്ലേറ്റ് തന്നെ ഉണ്ട് അവിടെ ഉണ്ട്. ഇത് നോക്കുമ്പോൾ എടുക്കുമ്പോൾ ഇത് മൊത്തം താഴെ പോകും. ബാക്കി ഭയങ്കര പാടാണ്. മോർ ഓഫ് വിപ്പിംഗ് ക്രീമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊന്നും പറയാനില്ല ഇത്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ കേക്കുണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ലിറ്റിൽ ബിറ്റ് ഓഫ് കസ്റ്റേർഡ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ലെയറിങ് ആണ്. എല്ലാം കൂടെ ചേർന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു മധുരവും ചെറിയ പുളിയും അങ്ങനെ ഒരു ഭയങ്കരമായൊരു ഡിഫറെൻ്റ് ഒരു ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടൊരു സാധനം വന്നിട്ടില്ല. ഒരു പക്ഷേ നകുല് ചെയ്ത പോലെയോ അങ്ങനെ ആ ഒരു റേഞ്ചിലേക്കൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് എ നോർമൽ തിങ്. പിന്നെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഇപ്പോൾ അപാകതകളും ഉണ്ട്. ഓക്കെ, എന്തായാലും എഫേർട്ട് എടുത്തിരിക്കുന്നു.